രണ്ട് ഡയോഡും രണ്ട് റെസിസ്റ്ററും പാരലായിട്ട് കണക്ട് ചെയ്താൽ എത്ര കറണ്ട് ഇവിടെ ഫോം ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഹൗ വിൽ യു സോൾവ് ഇറ്റ്? അപ്പോൾ രണ്ട് ഡയോഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ സെമി കണ്ടക്ടർ ഡിവൈസസിലെ ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അല്ലേ? പി എൻ ജംഗ്ഷൻ ഡയോഡ്, പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽസ് ഡോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി എൻ ജംഗ്ഷൻ ഡയോഡ് കിട്ടും. ആ ഡയോഡ് നമുക്ക് രണ്ട് തരത്തിൽ കണക്ട് ചെയ്യാം, ഫോർവേഡ് ബയാസ് ആയിട്ടും റിവേഴ്സ് ബയാസ് ആയാലും. അപ്പോൾ രണ്ട് ഡയോഡ് കണക്ട് ചെയ്താൽ പേടിക്കേണ്ട, ആദ്യം നോക്കിയാൽ മതി ഏതാണ് ഫോർവേഡ് ബയാസ്, ഏതാണ് റിവേഴ്സ് ബയാസ്. രണ്ടും ഫോർവേഡ് ബയാസ് ആണെങ്കിൽ മാത്രമേ രണ്ടിലൂടെയും കറണ്ട് പാസ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഫോർവേഡ് ബയാസ് ഏതാണോ അത് മാത്രമേ കറണ്ട് കടത്തിവിടുള്ളൂ. ഈ ഒരു ഫിഗറിൽ D1 എന്നുള്ള ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. കാരണം ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് ഡയോഡിൻ്റെ പി റീജിയനിലേക്കാണ് കണ്ടിരിക്കുന്നത്, നെഗറ്റീവ് സൈഡോ നെഗറ്റീവ് ഓഫ് ദി ബാറ്ററിയിലേക്കും. സോ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്. പക്ഷേ D2 അതിൻ്റെ നെഗറ്റീവ് സൈഡാണ് പോസിറ്റീവ് ഓഫ് ദി ബാറ്ററിയിലേക്ക് വന്നിരിക്കുന്നത് ആൻഡ് പി റീജിയൻ നെഗറ്റീവ് ടെർമിനിലേക്കാണ് പോയിരിക്കുന്നത്. അത് റിവേഴ്സ് ബയാസാണ്, കറണ്ട് ഒന്നും കടത്തിവിടില്ല. അതാണല്ലോ ഡയോഡിൻ്റെ പ്രത്യേകത. ഇറ്റ്സ് ആക്ട് ആസ് എ വാൽവ് അല്ലേ? ഒരു AC നമ്മൾ കണ്ടു ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർവേഡ് ബയാസ് ആവുമ്പോൾ മാത്രമേ കറണ്ട് കടത്തിവിടുള്ളൂ. ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് ഹൗ ടു സോൾവ് ഇറ്റ് നമുക്ക് നോക്കാം. സോ എംടീസ് അക്കാഡമിയുടെ ഈ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്കായി കിട്ടും. നിങ്ങളുടെ ബോർഡ് എക്സാമിന് കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. Two ideal diodes are connected to a battery as shown in the circuit. The current supplied by the battery is, നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ മൊത്തം വോൾട്ടേജ് 5 വോൾട്ടാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല, കാരണം ഡയോഡ് D2 is റിവേഴ്സ് ബയാസ്. എന്താണ് റിവേഴ്സ് ബയാസ്? ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പി റീജിയൻ നെഗറ്റീവ് ഓഫ് ദ ബാറ്ററിയിലേക്കും എൻ റീജിയൻ പോസിറ്റീവ് ഓഫ് ദ ബാറ്ററിയിലേക്കും കണക്ട് ചെയ്താൽ അതിനെ റിവേഴ്സ് ബയാസ് എന്ന് വിളിക്കും. സോ ദിസ് ഈസ് എൻ റീജിയൻ ആൻഡ് ദിസ് ഈസ് പി റീജിയൻ. കറണ്ട് ഒന്നും പാസ് ചെയ്യില്ല, D1 ആൻഡ് 10 ഓമിലൂടെ മാത്രമേ കറണ്ട് പാസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഐഡിയൽ ഡയോഡ്. സോ D1 ഹാവ് 0 റെസിസ്റ്റൻസ്. കറണ്ട് പാസ് ചെയ്യുന്നത് 5 വോൾട്ടാണ് ഉള്ളത്, മൊത്തം റെസിസ്റ്റൻസ് ഉള്ളത് 10 ഓം മാത്രമാണ്. സോ നമുക്കറിയാം ഓംസിനെ അനുസരിച്ചിട്ട് V is equal to I into R ആണ്. സോ കറണ്ട് I is equal to എന്ത് വരും? V by R ആണ്. V നമുക്ക് 5 വോൾട്ടാണ് ഉള്ളത്, R എത്രയാ? 10 ഓം ആണുള്ളത്. സോ I is equal to 5 by 10 ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 0.5 ആംപിയർ എന്ന് കിട്ടി നമുക്ക്. സിമ്പിൾ അല്ലേ? കാണുമ്പോൾ നമ്മൾ ഇത് രണ്ടും പാരലൽ കോമ്പിനേഷൻ ആണല്ലോ, റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ എടുക്കണം എന്ന് വിചാരിക്കും. വേണ്ട, ആദ്യം നോക്കേണ്ടത് രണ്ട് ഡയോഡും ഫോർവേഡ് ആണോ അതോ റിവേഴ്സ് ബയാസ് ആണോ നോക്കിയാൽ മതി. സോ ഒരു ടോപ്പിക് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു, ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. ഡയോഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ കറണ്ട് കടത്തിവിടുള്ളൂ, റിവേഴ്സ് ബയാസിൽ കറണ്ട് കടത്തിവിടില്ല. ഇതിവിടെ ആ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്. എൻട്രൻസ് നമ്മുടെ ആൻസർ വരുന്നത് D ആണ്, 0.5 ആംപിയർ. സ്റ്റേ ട്യൂൺഡ് ഇൻ എംടീസ് അക്കാഡമി. കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് എത്തിക്കിട്ടും. Emtees Academy.